സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാവരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഓൾറെഡി മച്ചാവരെ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ സ്മാർട്ട് അസിസ്റ്റിനെ പറ്റിയും പിന്നെ പുതിയതായിട്ട് വരുന്ന ക്യാമ്പയിൻ, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ആർമേൻ്റെ അതുപോലെ തന്നെ MS റിപ്പീറ്റ് അടിക്കുക, അതുപോലെ പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങളും അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മുടെ പുതിയ വീഡിയോ. അപ്പോൾ മച്ചാവരെ നമ്മുടെ വീഡിയോ ആക്റ്റീവായിട്ട് കാണുന്നതിന് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ആ ഒരു ഹൈപ്പ് ബട്ടൺ കൂടെ സെറ്റ് ആക്കുക. അപ്പോൾ മച്ചാവരെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ രാവിലെ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ രാവിലെയാണെങ്കിൽ നമ്മൾ 10 മണിക്കും, രാവിലെ ലൈവ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ പഴയ ടൈമിൽ 8 മണിക്കാണ്. അപ്പം എന്തായാലും എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ പറയുമ്പോൾ ഗൈസ് മിക്കവാറും നമ്മുടെ വരുന്ന മേജർ അപ്ഡേറ്റിന് ശേഷം സ്മാർട്ട് അസിസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം ഓൾറെഡി കൊനാമി തന്നെ ഇത് ഒഫീഷ്യലായിട്ട് അവർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ PC-യിലായാലും അതുപോലെ മൊബൈൽ യൂസേഴ്സിലായാലും സ്മാർട്ട് അസിസ്റ്റ് ഇപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയാം വിൻ റേറ്റ് കൂട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിവിഷൻ മാച്ചിൽ സ്മാർട്ട് അസിസ്റ്റിന് ഓൾറെഡി ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കൊനാമി. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം ഇനി അവർ ഡിസേബിൾഡ് ആക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം മിക്കവാറും ചിലപ്പം എടുത്ത് കളയാനുള്ള ചാൻസ് നല്ല രീതിക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഇപ്പോൾ ഒന്നും വരില്ലായിരിക്കും ഗൈസ്. ഇപ്പം ഇത് ഏകദേശം പറഞ്ഞു വരുമ്പോഴത്തേനും ഏകദേശം ഒരു ഡിസംബറിലൊരു നല്ല മേജർ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അന്നായിരിക്കും മിക്കവാറും ഇത് എടുത്ത് കളയാനുള്ള ഒരു ചാൻസ് ഉള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ മാച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ബെല്ലിംഗത്തിൻ്റെ ഒരു പോർട്ട് വീ വരുന്ന വ്യാഴാഴ്ച മിക്കവാറും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ UCL വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ എംബാപ്പ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പം യമാലിൻ്റെ എംബാപ്പയുടെ ഒരു കാർഡ് കാണാനുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്കറിയാം യമാലിൻ്റെ ഒരു സെലിബ്രേഷൻ അത് കൊനാമി തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പുതിയ സെലിബ്രേഷൻ ഓൾറെഡി അത് അന്ന് അവർ എടുത്തു വെച്ചാണ്. അപ്പോൾ ആ സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു വ്യാഴാഴ്ച കഴിയുമ്പോൾ പുതിയതായിട്ടുള്ളൊരു യമാലിൻ്റെ കാർഡ് ചിലപ്പോൾ വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. പുതിയ സെലിബ്രേഷനായിട്ട് ബ്ലിറ്റ്സ് ആയിരിക്കും പഴയ പോലെ വന്ന പോലെ തന്നെ. അപ്പോൾ എന്തായാലും ഈ ആഴ്ച കൊണ്ട് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി ഇന്ന് ലൈവ് വന്ന സമയത്ത് നല്ല രീതിക്ക് പാസും കാര്യങ്ങളൊക്കെ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം ഈ ഒരു മെയിൻ്റെനൻസ് വരുന്ന സമയത്ത് ബഗ് ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ് നിലവിൽ നമ്മുടെ ഈ ഒരു ഡെനിൽസൻ്റെ കാർഡ് പോലെ ആയിരിക്കും മിക്കവാറും J3 വരുന്നത്. അപ്പോൾ നമ്മുടെ LB ഒക്കെ എടുത്ത പോലെ തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് എടുക്കുന്ന രീതിയിലായിരിക്കും ഓരോ രാജ്യത്തിൻ്റെതായ പ്ലേസിനെ കാണിക്കുന്നത്. അപ്പം മിക്കവാറും കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ബ്രസീലിൻ്റെ ആയിട്ട് ഡെനിൽസനൊക്കെ ആയിരിക്കും, അല്ലെ വേറെ കാർഡുകളായിരിക്കും. അപ്പോൾ R9 കൊണ്ടുവരാനുള്ള ചാൻസ് കുറവാണ്. കാരണം നിങ്ങൾക്കറിയാം R9 ബ്രസീൽ റീജിയനിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൈസയിൽ മാത്രമാണ്. അപ്പോൾ ശരിക്കും കൊനാമിക്ക് വലിയ ലാഭം ഉണ്ടാവില്ല. കാരണം ആ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ R9 പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ആയിരിക്കില്ല. പെലെ വന്ന പോലെ തന്നെ ഡിസംബറിൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു കമൻട്രി ഇടുന്ന സാധാരണ നമ്മുടെ പെലെയൊക്കെ വന്നപ്പോൾ ഇവർ കമൻട്രി ഇട്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കമൻറ്റേഴ്സ് എന്തായാലും ഡിസംബറൊക്കെ ആകുമ്പോൾ 2 കാർഡിനെ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൽ ഒരെണ്ണം R9 ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഗൈസ് നിലവിൽ ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇവർ ഓൾറെഡി പറഞ്ഞപ്പോൾ ഡിവിഷൻ മാച്ചിൽ ഇനി അടുത്ത വരാനുള്ള ഷോർട്ട് ടൈം ചിലപ്പോൾ ഇതൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ പുതിയൊരു ക്യാമ്പയിൻ വന്നു. ഈ ഒരു ക്യാമ്പയിൻ ഏകദേശം കഴിയുന്ന ഒരു 6-ാം തീയതിക്കായിട്ടാണ്. അപ്പോൾ നിലവിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നൊരു ക്യാമ്പയിനാണ് നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ ക്യാമ്പയിൻ. അപ്പോൾ കോയിൻ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മിക്കവാറും നവംബർ 7 വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മിക്കവാറും വ്യാഴാഴ്ച ഒരു ക്യാമ്പയിൻ വരാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ MSN ഇനി റിപ്പീറ്റ് ആയിട്ട് വരുമെന്ന്. അപ്പം നിങ്ങൾക്കറിയാം ഗൈസ് നമ്മുടെ അടുത്ത മാസം 29-ാം തീയതിയാണ് ബാർസലോണ ക്യാമ്പയിനുള്ള ആനിവേഴ്സറി. അപ്പോൾ ഗൈസ് മിക്കവാറും നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സുവാരസ് വന്നു. അപ്പം മിക്കവാറും ഗൈസ് നമ്മുടെ അടുത്ത കാർഡായിട്ട് നെയ്മറിനെയാണെന്ന് തോന്നുന്നു. അപ്പം ചിലപ്പോൾ നമ്മുടെ മെസ്സിയുടെ കൂടെ തന്നെ ഒന്നിച്ചൊരു കാർഡോ അല്ലെങ്കിൽ 2 ടൈപ്പിലായിട്ട് ഇതുപോലെ കാർഡുകൾ വരാനാണ് ഗൈസ് മിക്കവാറും ചാൻസ് കൂടുതൽ. അപ്പോൾ MSN ആയിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നിലവിൽ കാണിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊരു പാക്ക് കാണിക്കാൻ ചാൻസ് ഉണ്ട് നെയ്മറിൻ്റെ മെസ്സിയുടെ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിപ്പോൾ അത് ഞാൻ ഈ ഒരു സൈഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ പാറ്റും ആയിരിക്കും ഗൈസ് നമ്മുടെ അടുത്ത കാർഡായിട്ട് വരാനുള്ള ചാൻസ്. കാരണം AC മിലാൻ്റെ കാർഡ് വന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ പാറ്റ വന്ന പോലെ തന്നെ എന്തായാലും ഗൈസ് ഈ ഒരാഴ്ച നമ്മുടെ കാർഡ് വരികയാണ് ഉറപ്പായിട്ടും. നമുക്ക് അവരൊരു ഇമോജി എന്തായാലും സാധാരണ പോലെ കാണിക്കാറുണ്ട് റിയോ ഒക്കെ വന്ന പോലെ തന്നെ. അപ്പോൾ മിക്കവാറും അവരൊരു ബുധനാഴ്ചയൊക്കെ ആയിട്ട് ഇറക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഡെയിലി ഗെയിമിൻ്റെ കാര്യം ഗൈസ് ഈ ഒരു ഡെയിലി ഗെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച നമ്മളെല്ലാവരും പുതിയ ഡെയിലി ഗെയിം ആകുമ്പോഴത്തേനും പിന്നെ ഒരൊറ്റ ചാൻസും കൂടി ഉള്ളൂ. അപ്പം നിലവിൽ ഏകദേശം കഴിയാനായി ഗൈസ് ഡെയിലി ഗെയിം. അപ്പം നിലവിലിപ്പോൾ അവർ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഗൈസ് കസിലിയാസ്, പിന്നെ നമ്മുടെ റോബർട്ടോ കാർലോസ്, റൊമാരി, ഈ ഒരു 3 കാർഡുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് 500 പോയിന്റ് പ്ലെയർ വന്നതിൻ്റെ. അപ്പം നിലവിൽ ഗൈസ് അവർ ഇതുവരെ ഒന്നും ആകിയിട്ടില്ല. അപ്പം ഒന്നെങ്കിൽ ഗൈസ് അവരിപ്പോൾ ട്രഷർ ലിങ്ക് കുറേ കഴിഞ്ഞ് ആക്കിയിട്ട് ഈ വരുന്ന എന്തെങ്കിലും ആഴ്ചയിൽ എന്തെങ്കിലും ക്യാമ്പയിൻ ടോപ്പറോ ഇനിയിപ്പോൾ ക്യാമ്പയിൻ വരാൻ ചാൻസ് ഇല്ല. കാരണം മിക്കവാറും ഈ ഒരാഴ്ച ഏതെങ്കിലും കാർഡാണ് വരാൻ ചാൻസ്. എപ്പിക്കെങ്ങാനും AC മിലാൻ്റെ പ്രഖ്യാപിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാനേജർ പാക്ക് വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ ആഴ്ച മാനേജർ പാക്ക് അവരുടേതായ വേറെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഗൈസ് ഇത്രയും നിലവിൽ ബാക്കിയുള്ള എന്താ പറയുക നമ്മൾ ഈ 2026 ഈ ഫുട്ബോൾ വരാനുള്ള കാർഡുകളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ചിലതിൻ്റെയൊക്കെ പൊസിഷൻ എഡിറ്റ് ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പം പക്ഷെ ഇത്രയും കാർഡുകളാണ് നമ്മുടെ ആ ഒരു വോയിസ് ഔട്ടിൽ ബാക്കിയുള്ള. ബെയിലുണ്ട്. പിന്നെ ഗൈസ് കുറേ പേര് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. റൂമിയൊന്നുമില്ല. അപ്പോൾ ഷെവയൊക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും
നമുക്ക് ഈ ഒരാഴ്ച നല്ലൊരു മെയിൻ്റെനൻസ് ആയിട്ട് കാത്തിരിക്കുക. അപ്പോൾ അടുത്ത എന്തായാലും നമ്മുടെ ഏകദേശം അടുത്ത മാസം ഒരു 6-ാം തീയതി ഒക്കെ ആകുമ്പോൾ ഡിവിഷൻ മാച്ച് പിന്നെ റീസെറ്റ്. അപ്പോൾ അന്നായിരിക്കും നമ്മുടെ നിലവിൽ എന്താ പറയുക ചെറിയൊരു പിന്നെ ഒരു മൈനർ അപ്ഡേറ്റ് ഉണ്ടാകാൻ ചാൻസ്. അപ്പം ഇത്രയും പോർട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.